ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്തക്കുന്നിലെ മൈസി അവൽ മിൽക്ക് സെൻറ്ററിലാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി, ഞാൻ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എനിക്ക് അടിപൊളിയാണോ അല്ലേന്നൊന്നും അറിയില്ല. ഈ ഒരു സ്പോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഫെയ്സിനും ഫാസിനും ആയിരുന്നു കേട്ടോ ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ബൂസ്റ്റ് ഇല്ലേ, അവർക്ക് ബൂസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിഡ്സിൽ നോക്കിയിട്ട് ബൂസ്റ്റിൻ്റെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങളൊക്കെ ഓർഡർ ചെയ്തത് ഓൾറെഡി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മെനു ഉണ്ട്, ഇത്രയും തരം, അതായത് 50-ൽ പരം നമുക്ക് ഇതുണ്ട് കേട്ടോ. ഇവിടെ അവൽ മിൽക്കുകളുണ്ട്. അപ്പോൾ ആദ്യം ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്, അതായത് മൈസി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പ്രീമിയമിൽ മൈസി സ്പെഷ്യൽ, അതായത് ഈ ഒരു കടയുടെ സ്പെഷ്യൽ കേട്ടോ. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പച്ചി രണ്ടുപേരും റോയലാണ് ഓർഡർ ചെയ്തത്. റോയൽ എന്ന് പറഞ്ഞിട്ട് കുറേ ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളത്, അതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവരത് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരത് ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്, ഫേസും നല്ല രസമുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ബൂസ്റ്റ് ഇഷ്ടമാണ്, ബട്ട് ബൂസ്റ്റിൻ്റെ അവൽ മിൽക്കൊന്നും ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്തപ്പോൾ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനത് കഴിച്ചതിന് ശേഷം അത് കുറേ നേരം കാത്തുനിന്ന്, പിന്നെ ഇമ്മച്ചിൻ്റെയും കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെത് വന്നത്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു എന്തോ പോലെയായി. നിങ്ങൾ ശരിക്കും കണ്ടില്ലേ? അപ്പോൾ ഇപ്പച്ചിൻ്റെ റോയൽ വന്നിട്ടുണ്ട്. എൻ്റെത് ഇതാണ് കേട്ടോ, മൈസി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അതിൻ്റെ ഭംഗി കണ്ടിട്ട്. അപ്പോൾ ഇതിൽ കഴിച്ച് നോക്ക്. കുറച്ച് ഉള്ളിലേക്ക് എത്തുമ്പോൾ ഫുള്ള് ഇതിൽ നമ്മുടെ നട്ട്സില്ലേ, നട്ട്സിന് ഫുള്ള് ഇട്ടു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് മിക്സ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ഇതൊക്കെ അവിൽ മിൽക്കൊക്കെ കുടിച്ച് നല്ല ഉഷാറായി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി ഞങ്ങൾക്ക് ഇവിടെ അയൽവാസികളൊരു ഹൗസ് വാമിങ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇനി വീടൊക്കെ കാണാമെന്ന് വിചാരിച്ചു. വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഉണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ പച്ച ഡ്രസ്സിട്ടാണ് കേട്ടോ ഈ ഒരു വീട്ടിലത്തെ താത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും കണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിലത്തെ കുറേ റൂമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, ആകെ 1-2 റൂമേ കാണിച്ചിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ റൂം അതാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ അടുക്കളയ്ക്കും എല്ലാ സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്നുണ്ട്. കുറച്ചിങ്ങനെ എല്ലാവരോടും സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ. പിന്നെ പിന്നെ ഐഷു പിന്നെ ഓൾറെഡി അതിന്മേൽ കയറി കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ കയറാൻ ഓൾറെഡി ശ്രമിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. കുറേ സ്ഥലത്തും കൂടുതൽ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ മുകളിൽ പോയപ്പോഴാണ് ആരും ഇല്ലാത്തൊരു അന്തരീക്ഷം കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ആരുമില്ലല്ലോ, അപ്പോൾ കുറേ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തുറന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ലൊരു ശാന്തത, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെ പോയ സമയത്ത് ഈ സബിയും ഫെയ്സും ആദ്യം തന്നെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ വന്ന് അവിടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, ലൈറ്റൊക്കെ ഇങ്ങനെ കണ്ണ് കുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അടുത്തൊരു റൂം, ഒരു ബാത്റൂമെങ്കിലും കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ ബാത്റൂമും കാര്യങ്ങളും വരുന്നത്. ഇതിപ്പോൾ മേളത്തെ റൂമായതുകൊണ്ടാണ് ഇവിടെ അധികം ആരും ഇല്ലാത്തത്. താഴത്തെ ഒരു റൂമിലേക്ക് കയറാൻ കഴിയണില്ല, അത്രയും ആൾക്കാരാണ് കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കിനും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിതു പിന്നെ റൊണാൾഡോൻ്റെ ഫാനാണ്. അപ്പോൾ ഓരോന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനങ്ങനെ സ്റ്റെപ്പൊക്കെ ഓരോ താളത്തിലാണ് ചാടിപ്പോണത്. എനിക്കാണെങ്കിൽ ഇവിടെ നിന്നൊന്ന് താഴത്തെത്തണം ഓരോ കൂടെ. ഞാനിങ്ങനെ പെട്ടെന്ന് ഓടി പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്തി ഞങ്ങൾക്ക് വേണ്ട, അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി വന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വിഷമമുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ഹൗസ് വാമിങ്ങും നമ്മുടെ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും എല്ലാം ചെയ്തോളാം കേട്ടോ. കമൻറ്റും ഇടാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും എനിക്ക് ഓരോ സപ്പോർട്ടുകൾ തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ദിവസം ഒന്ന് വീക്കായി വീഡിയോ ഇട്ടില്ല. ഇനി ഞാൻ എന്നും വീഡിയോ ഇടാൻ നോക്കാം. എനിക്ക് വലിയ കണ്ടൻറ്റുകളൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പം നമ്മുടെ എല്ലാവരും ഇവിടെ ഭയങ്കര ഇതായിട്ട് ഫേസും എല്ലാവരും ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.